ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തെ സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും ദൈവം ഒരു വൻ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമരൂപത്തിൽ കിടക്കുകയാണ്. പ്രീശോ വീണ്ടും നാളുകളോളം അവർ അടിമരൂപത്തിൽ കിടക്കുകയാണ്. ഈ അടിമരൂപത്തിൽ കിടക്കുമ്പോൾ ദൈവം തന്റെ ജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകും എന്ന് ദൈവം പറഞ്ഞു. പ്രീശോ അപ്രകാരം തന്റെ ജനത്തെ ഇസ്രായേലിൽ നിന്ന് അടിമരൂപത്തെ തകർത്തുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തുകയാണ്. പ്രീശോ ഈ മരുഭൂമി യാത്രയിൽ അവരുടെ ജീവിതത്തിൽ വലിയ ഭാരം അവർക്കുണ്ടാവുവാനിടയായി. അവർ ചെന്നെത്തിയത് മാറയിലാണ്. പ്രീശോ കൈപ്പിന്റെ അനുഭവം വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചിട്ടും നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ചിട്ടും ഇപ്പോൾ കൈപ്പിന്റെ അനുഭവമാണോ, നിരാശയുടെ അനുഭവമാണോ, മുൻപോകുവാൻ കഴിയാത്ത വിധം അടഞ്ഞ വഴി കണ്ട് നീ ഭാരപ്പെടുന്ന വ്യക്തിജീവിതമാണോ, പ്രാർത്ഥിച്ചിട്ടും ചില വിഷയം നിന്റെ മുമ്പിൽ ലഭിക്കുവാൻ കഴിയാതെ നീ കൈപ്പിന്റെ അനുഭവത്തിൽ ഭാരപ്പെടുന്നു, മതി കർത്താവ് എന്ന് പറയുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ, എല്ലാം നഷ്ടപ്പെട്ട പോലെ നീ കരയുന്ന വ്യക്തിജീവിതമാണോ, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നിന്റെ കൈപ്പിന്റെ അനുഭവം എന്റെ ദൈവം മധുരമാക്കി മാറ്റുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദൈവം നിന്നെ മാനിക്കാൻ ശക്തനായ ദൈവമാണ്. നിന്റെ ഇന്നത്തെ കൈപ്പ് നാളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ പൂർണ്ണമായി വിശ്വസിക്കുക. എന്നാൽ നിന്റെ ദൈവം നിന്നെ മാനിക്കാൻ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവം തന്റെ ജനത്തെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അപ്രകാരം ഒരു ആനന്ദം നിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും.